ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഇന്ന് രാവിലെ ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ. വണ്ടിയിൽ ഫുൾ കച്ചറ, വണ്ടി ഇത് കേക്കി പുറത്ത് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വണ്ടി കേൾക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ വണ്ടിയൊക്കെ കേക്കി നമുക്കൊരു അടുത്ത പരിപാടി കുളമാണ്. കുളത്തിൽ പോയി ചാടിയിട്ട് വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ കുളത്തേക്കുള്ള യാത്രയിലാണ്. എന്താ റോഡ്! പാട്ട് വെച്ചാൽ മാത്രം ഡാൻസ് വയ്ക്കണ്ട, അതിന് റോട്ടിൽ കൂടെ പോയാൽ മതി. സ്വന്തം വളാഞ്ചേരി. രാവിലെ അതുകൊണ്ട് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് പോവാം, അല്ലെങ്കിൽ അരമണിക്കൂർ പണോണ്ട് പോകും. ഫ്രീ ആയിട്ടില്ല വളാഞ്ചേരി. ബ്ലോക്കൊന്നും ഇല്ലാത്ത വളാഞ്ചേരി കഴിഞ്ഞു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഫോൺ തട്ടിയത്. നേരെ കുളത്തേക്കല്ല പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനെ കൂട്ടിയിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകണം. ഒറ്റയ്ക്ക് പോകണ ഒരു രസമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അനസിൻ്റെ വീട്ടിലോട്ട് എത്താനായി. ഇതാണ് അനസിൻ്റെ വീട്ടിലേക്കുള്ള വഴി. അനസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇനി കുറച്ചും കൂടി ദൂരം അവിടെ താഴെയാണ്. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. നാട്ടിലേക്ക് വന്ന മെയിനുള്ള ഇതാണ് ഉപകരണങ്ങൾ. ഇനി കുറച്ച് ഓഫ് റോഡ്. നമ്മുടെ നാട്ടിലെ പ്രത്യേകതയാണ്. ഓഫ് റോഡിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. ഇവിടെ ഒരു എഡ്ജാണ്. എഡ്ജ് ഒന്ന് സ്ലോ ചെയ്തിട്ട് ഇതേ കാണുന്ന അനസിൻ്റെ വീട്. പുറകാണാവോ ഒന്നറിയില്ല, പോയി നോക്കി വിളിച്ചണം. ഇനിയിപ്പോ എണീച്ചിക്കണേ ഓലൊക്കെ ഓപ്പണ, പിന്നെ പഠിക്കില്ല. പിന്നെ ഒരു മണിക്കൂർ കാലും കൈയും പിടിച്ചതാ നമ്മളെ കഥനായകൻ ഇതാ കടന്ന് എഴുന്നള്ളിക്കുകയാണ്. എന്താല് അവസ്ഥ മക്കളെ, അവസ്ഥ തുടങ്ങിയല്ലോ. മഞ്ഞത്തിയോ? അടിച്ചില്ല. അപ്പൊ നമ്മളെ ഡ്രൈവർ ചേഞ്ച് ആയിക്കണം. ഡ്രൈവർ സുഖമാണ് ഇപ്പൊ. ഡ്രൈവർ സുഖം പ്രകൃതി മക്കളെ, അതാണ് അനസിന്റെ പ്രത്യേകത. വലത്തോട്ടും എഴുത്തോട്ടും എപ്പോഴും നോക്കിയാലും പ്രകൃതിജനമായ സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങളെ കുളം ലക്ഷ്യമാക്കിയതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കൂ മക്കളെ, ഇതേ നോക്കൂ. നല്ല മരങ്ങള്, പക്ഷെ തേങ്ങയില്ലല്ലോ. എന്ത് പറ്റി? തേങ്ങൊക്കെ കള്ളന്മാർ കൊണ്ടോണ്ടോ? ഞാൻ ഈ കാലം നല്ല ഉദ്ദേശിച്ചത്. നല്ല സൂര്യനും മുകളിലും. മനസ്സ് ഫുൾ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. കുളം ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററുകളുണ്ട്, 3-4.
എങ്ങനെ നമ്മൾ ചാടപ്പോ ത്തിന്റെ ബാക്കിലെ ചായക്കട പക്ഷെ ഒന്നും ഓപ്പൺ അല്ല. ഇവിടെ ഇരുന്നിട്ട് കാരണം ചായ നല്ല പഴംപൊരി തിന്നണ്ടല്ലോ. ഇത് വേറെ ഫീലിംഗ്. ഇന്ന് കുളത്തിൽ എന്താ നീന്തൊക്കെ പരിശീലനം ഉണ്ട് മുനിസിപ്പാലിറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ കട്ട ഫസ്റ്റ്. ഈ കുളത്തിൽ നോക്കിയപ്പോലെ മറ്റേ ഐസ്ക്രീം ബോൾ ഉണ്ടല്ലോ അതിങ്ങനെ തൂക്കിയിട്ട് പോലെ തോന്നിയിരുന്നു ആദ്യം. ഇവിടെ ഇത് പോവാൻ മനസ്സിലായിക്കണ് കണ്ടില്ലേ. മറ്റേ കോട്ടയം കുഞ്ഞച്ചൻ വരുന്നുണ്ട്. കോട്ടയം കുഞ്ഞച്ചൻ ആദ്യമായിട്ടാണ് കുളത്തിൽ വന്നിട്ട് കട്ട പോസ്റ്റ് ആയിരിക്കുന്നത് അല്ലേ. അങ്ങനെ കുളമൊക്കെ ചാടി അടിപൊളി കേട്ടോ. രാവിലെ അന്ന് കുളച്ചാറാണ്. ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതാണ് നമ്മളെ കുളം. കട്ടാറ്റിക്കുളം എന്ന് പറയും. കുളത്തിൽ ഇരുന്നിട്ട് മറ്റേ മസാജ് ചെയ്യും. ആൻസർ മാറിപ്പോയി മാറ്റുന്ന തുണി റെഡി. അടിക്കോ അങ്ങനെ കുളിസീൻ കഴിഞ്ഞു. ഞങ്ങളിതാ പോകുകയാണ് മക്കളെ, പോകുകയാണ്. അങ്ങനെ ഇതിൽ കൂടെ പോണ ജുബേരിയ ബസ്സാണിത്. അത് അതിൻ്റെ ഉള്ളിൽ ചായ പിടിക്കും. മനസ്സിലാ നമ്മുടെ അങ്ങനെ കുളം ചാട്ടം കഴിഞ്ഞ് ഇനി ഇതാ നേരെ വീട്ടിൽ പോകണം. പക്ഷെ ചായയും പൈമ്പൂരും ഇട്ട് പോകണം. പൈമ്പൂരി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അനസ് പിന്നെ പൈമ്പൂരല്ല ഇഷ്ടം. അനസ് എന്താ ഇഷ്ടം? അനസ് പൈമ്പൂരിൻ്റെ ഇഷ്ടം. പൈമ്പൂരി അത് വേറെ ലെവൽ. ഇനിയിപ്പോൾ ചായക്കട തേടിയുള്ള യാത്രയാണ് മക്കളെ. രാവിലെ ആയിട്ടുള്ളൂ, 10 മണിയായി. എന്നാലും പോയി നോക്കാം. കിട്ടിയാൽ ഉഷാറായി. ചായപ്പൊടി ഇട്ടിട്ടുണ്ട്, പൈമ്പൂരിൻ്റെ പഴക്കം. പൈമ്പൂരി സാധനം കിട്ടിയിട്ടുണ്ട്. പൈമ്പൂരിയും ചായൻ്റെ പകരം ഹോർലിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ച സാധനം കിട്ടി മക്കളെ, കിട്ടി. ഇനി ഹോർലിക്സ് വരാനുണ്ട്. ഹോർലിക്സ് വന്നിട്ട് ഉദ്ദേശിച്ച സാധനം കിട്ടിക്കണേ. നല്ല ഹോർലിക്സ് അവിടെ. അങ്ങനെ പൈമ്പൂരിയും ചായയും കുടിച്ച് അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. പ്രത്യേകത കാട് വേണോ? കാട് എന്തൊക്കെയാണ്? അവിടെ നിന്ന് വർത്താൻ പറഞ്ഞിട്ട്